2 സ്പെഷ്യൽ ദിവസം. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ 4th ഗിയറിലാണ്. ചെറുതായിട്ട് എണീറ്റ് നിന്നാൽ മതി. എന്നാ പറയാനുണ്ടെന്നാ പറഞ്ഞേ? ഇന്ന് എനിക്ക് 2 സ്പെഷ്യൽ ദിവസം. ഫസ്റ്റ് വലിയ സർപ്രൈസ്. അതിപ്പോ പറയുന്നില്ല, അത് ഓഗസ്റ്റ് 13th പറയാം. അതിപ്പോ പറയണ്ട, ഓക്കെ? അത് വേറെ വീഡിയോ. ഓക്കെ, അടുത്ത് ഇന്ന് ഞാൻ പാട്ട് പാടും. ഇന്ന് നമ്മൾ പാട്ട് പാടുന്ന വീഡിയോ നമ്മൾ എവിടെ ഇടുന്നത്? നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടും, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സെറിയാക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ ധാരാളം ശ്രീഹരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകണം. എന്ത് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറിയാം? നമ്മൾ വീഡിയോ കണ്ടറിയാം. നമ്മുടെ പുറകിൽ നമ്മുടെ ബൈക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഓടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് സർവീസിന് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സർവീസ് എന്താണെന്ന് നിനക്കറിയാം? വണ്ടി സർവീസ് ചെയ്യുന്ന എങ്ങനെ അറിയോ? നീ ഇപ്പോൾ രാവിലെ എന്നോട് കാര്യം ചോദിച്ചാൽ വണ്ടി എന്നാ എന്ത് ചെയ്യാറുണ്ടെന്നാ ചോദിച്ചേ? വണ്ടി കഴുകാറുണ്ടോ? അപ്പോൾ ഫസ്റ്റ് സർവീസിന് കൊടുക്കുന്ന കൂട്ടത്തിൽ വണ്ടിക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് സർവീസിന് അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതൊക്കെ അവർ കഴുകുമായിരിക്കുമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞാൽ നമ്പറിന്റെ കാര്യം ഇല്ല. അപ്പൊ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വെക്കുന്നത് നമ്പർ ഏതാണെന്നുള്ള എല്ലാം നമ്മൾ അവിടെ ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. ഷോറൂമിലേക്ക് ഹരിക്കുട്ടം വരുന്നുണ്ടോ? അപ്പൊ എന്താണെങ്കിലും നമ്മളോട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന്. അത് പറയാം. അതിന് മുമ്പ് ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം വന്ന് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ക്രോസ് ചെയ്യാം. കാലം മൊത്തം ചെളിയായി, പാൻറ് വരെ നനഞ്ഞു. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വണ്ടി ഒരു 10-600 കിലോമീറ്റർ ഓടിച്ചു. വണ്ടിക്ക് ഒബിയസ്ലി പോസിറ്റീവ്സ് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമുക്ക് ഞാൻ ഈ വണ്ടി ഓടിച്ചത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നെഗറ്റീവ്, വണ്ടിയുടെ എഞ്ചിൻ ഭാഗം നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നമ്മൾ ചെറിയൊരു ഷോർട്സ് ഒക്കെ ഇട്ടുന്ന വണ്ടി ഓടിക്കുവാണെങ്കിൽ നമ്മുടെ കാലിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. ഞാൻ വേറെ ഇതുപോലത്തെ വണ്ടികൾ ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു ഒബിയസ് കമ്പാരിസണും പറയാൻ അറിയത്തില്ല. പക്ഷേ ആ ചൂടൊരു പ്രശ്നമാണ്. അത് കൂടാതെ പിന്നെ വണ്ടിക്കുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറഞ്ഞാൽ വണ്ടിക്ക് വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. കറക്റ്റ് വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ടുള്ളൊരു ഇഷ്യൂ പറഞ്ഞത്, ഇതിന്റെ മീറ്റർ ഗേജിന്റെ ഗ്ലാസ്സിൽ ചെറിയ വാട്ടർ വേപ്പേഴ്സ് പോലെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ സർവീസ് കൊണ്ട് ചോദിച്ചപ്പോഴേക്ക് മഴക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതിന്റെ റീസൺ നമുക്ക് അറിയത്തില്ല. ഹിമാലയൻ ഓടിക്കുന്ന സെയിം ഇഷ്യൂ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ, കാരണം നമുക്ക് അന്നാലും മനസ്സിലാവത്തുള്ളൂ. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ആണ്. വണ്ടി ABS ആണ്, ഫ്രണ്ട് ബാക്കും ഡിസ്ക് ആണ്. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഒരു ടോപ്പ് ബ്രേക്കിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വണ്ടിയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഓവറോൾ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊന്നാമത്തെ കാര്യം ഇതിന്റെ റൈഡിംഗ് പോസ്റ്റർ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം ലോങ് പോയാലും മടുക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ ആണ്. ഇപ്പൊ എന്റെ കാലിരിക്കുന്നതാണെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി നേരം വണ്ടി റൈഡ് ചെയ്താലും നമ്മൾ മടുക്കത്തില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മളിപ്പോ ഈ ഒരു ഹൈവേയിൽ ഓടിക്കുന്ന ഒരു ഫീൽ അല്ല. വണ്ടി ഓഫ് റോഡ് കയറി കഴിയുമ്പോഴേക്കും വണ്ടി എൻറ്റയർലി വണ്ടിയുടെ ക്യാരക്ടർ മാറും. ഓഫ് റോഡ് പോകുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ പുറകെ ഇടുന്നതാണ്. ഓഫ് റോഡ് ചുമ്മാ ഓഫ് റോഡ് പോകുന്നതല്ല, ഒബിയസ്ലി ഓഫ് റോഡ് എല്ലാം പോയി നമ്മൾ ഫിഷിങ്ങോ ക്യാമ്പിങ്ങോ കുക്കിങ്ങോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. മൈലേജ് ഒന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഇൻ ആൻഡ് അറൗണ്ട് 25 ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു വണ്ടി വൈബ്രേഷൻ ഉണ്ട്. വണ്ടിക്ക് വൈബ്രേഷൻ ഇല്ല കേട്ടോ. വണ്ടിക്ക് വൈബ്രേഷൻ തീരെ കുറവാണ്. അതൊരു 80 പോകണമെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. എഞ്ചിൻ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വൈബ്രേഷനും കാര്യങ്ങളും ഇല്ല. നമുക്ക് നല്ല രസമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതൊരു 80, 90, 100, 110 വരെ ഞാൻ ഓടിച്ചുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ നല്ല വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവേ വണ്ടി അധികം സ്പീഡിൽ ഓടിക്കുന്ന ആളല്ല. നമ്മളൊരു മാക്സിമം നല്ല വഴിയൊക്കെ ആണെങ്കിൽ ഒരു 100, 110 അതിൽ കൂടുതൽ നമ്മൾ ഓടിക്കാറില്ല. വണ്ടിയുടെ വിൻഷീൽഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് നമുക്ക് നല്ല രീതിയിലുള്ള വിൻഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എൻ്റെ ഏകദേശം ഹെൽമെറ്റിൻ്റെ ലെവലിനേക്കാൾ മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വിൻഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എഞ്ചിനൊക്കെ നല്ല റിഫൈൻഡ് എഞ്ചിനാണ് കേട്ടോ. അധികം നോയ്സിയോ അല്ലെങ്കിൽ അധികം ഒരു അലപ്പുള്ള എഞ്ചിനായിട്ട് ഇതുവരെ തോന്നിയില്ല. പിന്നെ അത് പുറകെ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഉറപ്പായിട്ടാണ് നമ്മുടെ ചാനൽ നമ്മൾ പുറകെ ഇടുന്നതാണ്. അത് അത്യാവശ്യം നല്ല വലിയൊരു ഹമ്പായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് സ്പീഡ് ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തന്നെ എണീറ്റ് വന്നാൽ മതി. വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അത് ഞാൻ അടുത്ത ഹമ്പിൽ കാണിച്ചു തരുന്നത്. ഇവിടെ അടുത്ത് വേറൊരു ഹമ്പുണ്ട്. നമ്മളിപ്പോൾ 4th ഗിയറിലാണ്.
ചെറുതായിട്ടൊന്ന് എണീറ്റ് വന്നാൽ മതി. അപ്പോൾ ഹമ്പിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഗുഡ് ബൈ പറയാം. നമ്മളിപ്പോൾ വണ്ടി നോക്കിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് ചെയ്താൽ വേണ്ടി പോകാം. കിലോമീറ്റർ റീഡിങ്. ശരി 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 പറഞ്ഞാണോ വണ്ടിയുടെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് അവന് പറഞ്ഞു തരും. മെക്കാനിക് പറഞ്ഞു. ശരി 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 ശരി. നമ്മളെന്താണ് അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പം മെക്കാനിക്കാണ് നമുക്ക് കൂടുതലായിട്ടും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയുടെ ജനറൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, ലൈറ്റ് ഭാഗങ്ങളെല്ലാം. അപ്പം ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്ത് ലൂബ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ ക്ലീനിങ്, സ്പാർക്കിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാറുന്ന ആവശ്യമില്ല, ക്ലീൻ ചെയ്ത് ബോഡി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ മേളിലാന്ന് പറയില്ലേ, നമുക്ക് വേണേൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് താഴോട്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ വണ്ടി വാഷിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. വണ്ടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഗാരേജിലേക്ക് കയറ്റുന്നത്. അങ്ങനെ ആദ്യത്തെ വാഷിംഗ് കഴിഞ്ഞു. ഇനി ഗാരേജിലേക്ക് കയറ്റുവാണ്. അവിടെ ഒത്തിരി വണ്ടികളുടെ സർവീസിങ് നടപ്പുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ അപ്പോൾ നന്നായിട്ട് കൂൾ ഡൗൺ ആയിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ മാറുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്ററും ചേട്ടൻ അഴിക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ആവാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. ആ സമയം കൊണ്ട് ചേട്ടൻ വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യുവാണ്. അതിനൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ചെയിൻ നന്നായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡിസ്ക് പാഡും അഴിച്ച് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് പോകുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്ക് പാഡിലും അങ്ങനത്തെ ഉള്ളിടത്ത് ഒത്തിരി പൊടിയും ചിലവ് കയറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അത് തിരിച്ചിടും. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ എഞ്ചിൻ ഓയിൽ മൊത്തം ഡ്രെയിൻ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തിരിച്ച് അതിലേക്ക് ലൂബ്രിക്കൻ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളത് കവർ ചെയ്യും. അതുകൂടാതെ വണ്ടിയുടെ ചെയിനും ക്ലീൻ ചെയ്യണം. അതിനുള്ള ചെയിൻ ക്ലീൻസർ കൊണ്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ തന്നെ ഇപ്പോൾ നമുക്ക് ഓയിൽ ഫിൽറ്റർ മാറാനുണ്ട്. അപ്പോൾ ചേട്ടൻ പുതിയ ഓയിൽ ഫിൽറ്റർ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ മുക്കിയതിന് ശേഷമാണ് അകത്തേക്ക് വെക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടിയിൽ പുതിയ ഓയിൽ ഒഴിക്കാൻ പോവാണ്. അവരത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. അതായത് ഓയിലിൻ്റെ അളവ് കറക്റ്റ് ആണെന്ന്. അതിനുശേഷം പോരാത്തത് ഫില്ല് കൊടുക്കുവാണ് പതിവ്. എഞ്ചിൻ ഒന്ന് റണ്ണായി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എഞ്ചിന് ഒരു ഇച്ചിരി കുറവ് കാണിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ടോപ്പപ്പ് ചെയ്യും. അതിനുശേഷം വണ്ടിയുടെ എയർ ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുകൂടാതെ നമ്മുടെ സീറ്റിനടിയിലാണ് വണ്ടിയുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും.
ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ ക്ലച്ചാണ് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഒക്കെ ഒന്ന് അഴിച്ച്, ഇൻ കേസ് ക്ലച്ചിൻ്റെ പ്ലേ ഇച്ചിരി കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിടും. അതിനുശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് അഴിച്ചതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തിടും. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലഗ് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകത്തില്ല. അതുകൂടാതെ തന്നെ അങ്ങനെ ആ പ്ലഗിൻ്റെ കംപ്ലൈൻറ്റ് മൂലം വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും കാണിക്കത്തില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ ലൂബ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ചെയിൻ പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യുകയാണെങ്കിൽ ചെയിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ ചേട്ടനത് പ്രോപ്പറായിട്ട് ചെയിൻ ലൂബ് ചെയ്ത് തരുന്നുണ്ട്. മിക്കവാറും വണ്ടികളിലൊക്കെ ലിവറുകൾ ചിലപ്പോൾ ആദ്യത്തെ ഓട്ടത്തിൽ കുറച്ച് ടൈറ്റായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് അത് അഴിച്ച് അതിനകത്ത് ലൂബ്രിക്കൻ്റ് ഒക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യം ഒന്നേ ഉള്ളായിരുന്നു, നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് ഒരു ഇച്ചിരി പൊങ്ങിയായിരുന്നിരുന്നത്. അതായത് രാത്രിയിൽ ബ്രൈറ്റ് ഇടുമ്പോഴേക്കും നമുക്ക് റോഡിൽ അധികം വെട്ടം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വിഭാഗവും പ്ലഗുകളും ലൈറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാ ബോൾട്ടുകളും ടൈറ്റാക്കി കൊടുത്തു. അതുകൂടാതെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റ്, ഇതിലെല്ലാം ലൂബ്രിക്കൻറ്റും അപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മുടെ സർവീസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് ഇൻഡിക്കേഷൻ വണ്ടിയുടെ മീറ്ററിൽ നിന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇതാണെങ്കിൽ അപ്പോൾ ചേട്ടൻ വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഓടിച്ച് നോക്കി കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പണി ചെയ്യണമെന്ന് ചേട്ടൻ നോക്കിയിട്ട് പറയും. അതിനുശേഷമാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നത്. വണ്ടി ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ചെയ്യാൻ പോകുന്ന വണ്ടി ഒന്നും കൂടെ കഴുകാൻ പോവാണ്. അപ്പോൾ അവർ ടച്ച് ചെയ്ത സമയത്ത് അവിടെ എവിടെയെങ്കിലും ഓയിലോ ഗ്രീസോ ഒക്കെ പറ്റിയിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വണ്ടി ഒന്നും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനിയാണെങ്കിൽ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെക്കാൻ പോകുന്നുണ്ടോ. നമ്പർ പ്ലേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്പർ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് അയച്ചു തന്ന നമ്പർ പ്ലേറ്റ് ആണ്. ഇത് വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടുതലുള്ളതാണ്. നമ്മൾ അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആസ് പെർ ദ റൂൾ നമുക്കിപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്പർ പ്ലേറ്റ് നമുക്ക് ബോൾട്ട് ഇട്ട് വെക്കാൻ പറ്റത്തില്ല. അത് പഞ്ച് ചെയ്ത് തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. ആളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ക്യാമറ ഓഫ് ആയിരുന്നു. ആളുടെ പേര് നബീൽ എന്നാണ്. ആളിപ്പോൾ ഇവിടെ ജസ്റ്റ് കണ്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സർവീസ് കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇച്ചിരി പൊങ്ങിയായിരുന്നിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇച്ചിരി താത്തണമെന്ന് പറഞ്ഞായിരുന്നു. അത് രാത്രിയിലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. വേറെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. വേറെ കാര്യം, നമ്മൾ സർവീസ് സെൻറ്ററിൽ ചോദിച്ചത് നമ്മുടെ ഒത്തിരി കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി സെക്കൻഡ് സർവീസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പയ്യെ ഓടിക്കാവുള്ളൂ, വണ്ടി 50ക്ക് മേളിൽ കയറ്റരുന്നു. പക്ഷേ നമ്മൾ സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വണ്ടി നമുക്ക് നോർമലി നമ്മളെങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഓടിക്കാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മൾ മാക്സിമം ഒക്കെ ഓടിച്ചു. ഇനി അത് കാരണം എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മളത് ഫ്യൂച്ചറിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വളരെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, നീ എന്തിനാണ് ഈ വണ്ടി മേടിച്ചത്, നിനക്ക് വേറെ വണ്ടി മേടിക്കാൻ വയ്യായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ കാണും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മുടെ കൂടത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനോ അവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് അവർ പറയുന്ന പോലെ ജീവിക്കാനായിട്ടോ അല്ല നമുക്കുള്ളത് ജീവിതം. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും. അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ ചില പോരായ്മകൾ കാണും, പക്ഷേ അത് നമ്മുടെ സ്വപ്നങ്ങളാണ്. അത് വേറെ ആരുടെയും ഒരു എന്താ പറയുന്നത് ഒപ്പീനിയൻ കേട്ട് മാറ്റാനുള്ളതൊന്നുമല്ല. എനിക്കിഷ്ടം ഈ വണ്ടിയാണ്, എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഈ വണ്ടിയാണ്. ആ ആഗ്രഹം എനിക്ക് തീരണമെങ്കിൽ ഈ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ആ ആഗ്രഹം തീരത്തില്ല. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരിക്കും.
അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു കാര്യം പോലുമില്ല. ആൾക്കാരാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം തികഞ്ഞതെന്നൊന്നുമില്ല. അപ്പം ബേസിക്കലി നമ്മുടെ സ്വപ്നവും നമ്മുടെ ആഗ്രഹവും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അപ്പം നമ്മളിത് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വണ്ടി കണ്ടല്ലോ. വണ്ടി അവർ നല്ല അടിപൊളിയായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ചെയ്തു. വണ്ടി കഴുകി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഉണ്ടല്ലോ, എങ്ങനെ ഇരിപ്പുണ്ട്? നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ സർവീസ് കഴിഞ്ഞപ്പോഴോ? ഇപ്പൊ നിനക്ക് സർവീസ് അതിനകത്ത് മനസ്സിലായോ? സർവീസിനകത്ത് അവർ എന്നാക്കി ചെയ്യുന്നത് കണ്ടോ? അപ്പോൾ ഇതാണ് വണ്ടിയുടെ സ്പ്രേ അടിച്ചാൽ അത് പതയൊക്കെ അടിച്ച് അവർ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത്, പിന്നെ കൊറോണ ആയതുകൊണ്ട് വണ്ടി നന്നായിട്ട് കഴുകും. നമ്മളിവിടുന്ന് ചെല്ലുമ്പോഴേ നമ്മുടെ അടുത്ത് കൊറോണ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് മെക്കാനിക്കിന് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർ ആദ്യമേ തന്നെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടേ അവർ കയറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ യാത്രയൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്നത്. കൊറോണയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഹരിക്കൂട്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് സൂപ്പർ ആയിരുന്നു അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ബൈ ബൈ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്നാ വരുന്നത്? അടുത്ത വീഡിയോ അടുത്ത വെള്ളിയാഴ്ച വരും. ബൈ ബൈ.